എല്ലാവർക്കും നമസ്കാരം. ഞാൻ യോഗാസൻ. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ എല്ലാവരും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് യോഗ എന്നതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യോഗാസനങ്ങൾ പരിശീലിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. ആ വീഡിയോ എല്ലാവരും കാണാത്തവർ ഒന്നുകൂടി കാണുക. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് യോഗ എന്നാൽ എന്താണ്, യോഗ ആസനമുറകളല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒന്നാണ്. അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. അതിനു മുൻപ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടവരായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഒരു ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് കൂടെ ടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. യോഗാസന മുറകൾ പരിശീലിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. യോഗയെക്കുറിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. എന്നാലും ഒരിക്കൽ കൂടെ ഞാനൊന്ന് ചെറിയൊരു വിശദീകരണം നൽകുന്നു. യോഗ ഒരു ശാസ്ത്രമാണ്. നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാർ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം ലഭിക്കാനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ പ്രധാനമായിട്ടും ആസനമുറകളല്ല, അത് ആത്മീയമായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിൻ്റെ ഒരു തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒന്നിനെ പറയുന്നതാണ് യോഗ എന്നുള്ളത്. പലരും വിചാരിക്കുന്നത് യോഗയ്ക്ക് ഹിന്ദുമതവുമായിട്ട് വളരെ ബന്ധമുണ്ടെന്നാണ്. എങ്കിലത് ശുദ്ധമായിട്ടുള്ള കളവാണ്. എന്തുകൊണ്ടെന്നാൽ യോഗയ്ക്ക് യാതൊരു മതവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ ഹിന്ദു മതം പാലിക്കുന്നവരല്ലേ ഇത് കൂടുതലായിട്ട് അഭ്യസിക്കുന്നത്? യോഗയെ ലോകം അംഗീകരിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ പോലും പലരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് ഹിന്ദുമതത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്നുള്ളത്. ഒരിക്കലുമല്ല. ഈ ഹിന്ദു മതമെന്ന് പറയുന്നത് അതൊരു മതമല്ല, അതൊരു സംസ്കാരവും ഒരു ജീവിത രീതിയും പറയുന്നതാണ് ഹിന്ദു എന്നുള്ളത്. അത് വിദേശ രാജ്യത്തുള്ളവർ ഭാരതീയരെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന്. അപ്പോൾ അവർ പാലിച്ചിരുന്ന ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളുമൊക്കെ ചുറ്റിപ്പറ്റി വരുന്നതിൽ ഉൾപ്പെടുന്നതാണ് യോഗ എന്ന് പറയുന്ന ഒന്നുകൂടി. അപ്പോൾ യോഗയും അത് പാലിക്കുന്നവരെ ഹിന്ദു സമുദായത്തിലുള്ളവർ പലരും അത് പാലിക്കുന്നത് കൊണ്ട് പലരും ഇന്ന് വിചാരിക്കുന്നത് എന്താണ്, അത് ഹിന്ദുവിൻ്റെ ഭാഗമാണെന്ന്. യോഗ ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഋഷിവര്യന്മാരാരും ഹിന്ദുക്കളൊന്നും ആയിരുന്നില്ല. അവർ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ഇതിൽ നിന്ന് പല അന്ധവിശ്വാസങ്ങളുമൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. യോഗ ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല. പക്ഷേ അതങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകമായ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെയാണ് കാണേണ്ടത്.
അല്ലാതെ ഇത് പല അസുഖങ്ങൾക്കും പൂർണ്ണമായി സൗഖ്യം ഇതിൽ നിന്ന് കിട്ടും എന്നാരും കരുതണ്ട. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെയാണ് കാണേണ്ടത്. കാരണം ശാസ്ത്രമാണ് സത്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാർ അല്ലെങ്കിൽ യോഗികൾ അങ്ങനെയുള്ളവരുടെ ശരീരവും അങ്ങനെയുള്ളവരുടെ മനസ്സും സാധാരണ മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. അവർ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആഹാരം കഴിക്കാതെ അവർക്ക് ജീവിക്കാനായിട്ട് കഴിയും. അവർക്ക് മണിക്കൂറുകളോളം ധ്യാനത്തിൽ ഇരിക്കാനായിട്ട് കഴിയും. അവർക്ക് ഒരു പുതപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മെത്തയുടെയോ ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് കിടക്കാനുള്ള സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ വെറും തറയിലൊക്കെയാണ് കിടക്കുന്നത്. അവരേത് സാഹചര്യത്തിലും അവർ ജീവിക്കും. അവർക്ക് ചൂടും തണുപ്പൊന്നും അതുമായി യാതൊരു ബന്ധവും അവർക്കില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ യോഗികളുടെ കാര്യമാണ് ഈ പറയുന്നത്. രോഗം ബാധിക്കുകയില്ല, അവർക്ക് വാർദ്ധക്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ബാധിക്കില്ല, അസുഖങ്ങളും വിശപ്പോ ഒന്നും അനുഭവപ്പെടില്ല എന്ന് പറയുന്നത് അത് യോഗികൾക്കാണ്. നിങ്ങളാരും യോഗികളല്ല, സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായി മാറുമെന്നോ അങ്ങനത്തെ ഒരു വിശ്വാസം വേണ്ട. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടർമാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട്, നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണുകയാണ് ചെയ്യേണ്ടത്. അവരുടെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം യോഗികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് എല്ലാ പേർക്കും അറിയാമെന്നുള്ളതാണ്. യോഗികൾ സാധാരണ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് അവർ നിൽക്കുന്നതാണ്. അവരുടെ ശരീരവും മനസ്സും ഒക്കെ വേറെയാണ്. അതുകൊണ്ട് അവരുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ പക്ഷേ അത് എല്ലാ പേരും പറഞ്ഞു യോഗ ചെയ്താൽ പൂർണ്ണമായി രോഗം മാറും. അത് നിങ്ങൾക്കും ഇതായിത്തീരാം. അതിന് നിങ്ങൾ നിരന്തരമായി പരിശീലിക്കണം. നിരന്തരമായി ഈ മുറ അഭ്യസിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മാറാൻ പറ്റൂ. അല്ല ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ കൊണ്ടൊന്നും പൂർണ്ണമായിട്ടൊന്നും മാറില്ല. കുറച്ച് നിങ്ങൾ സാധാരണ നിലയിൽ നിന്ന് കുറച്ച് ഒരു മാറ്റം സംഭവിക്കും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിത് നിരന്തരമായിട്ട് അഭ്യസിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിരന്തരമായി അഭ്യസിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇതൊരു ക്രമമായിട്ട് ചെയ്തു പോകുക. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആഹാരക്രമം ആണ് പറയുന്നത്. യോഗാസന മുറകൾ പരിശീലിക്കുന്നവർ കഴിയുന്നതും മീനോ മുട്ടയോ ഇറച്ചിയോ ഒക്കെ കഴിവതും ഒഴിവാക്കുക. യോഗാശാസ്ത്രം പറയുന്നത് അതാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടുതലും മുളപ്പിച്ച ആഹാരങ്ങൾ കഴിക്കാനായി ശ്രമിക്കുക. നമ്മുടെ പയർ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. രാവിലെ വെള്ളത്തിലിട്ട് കുതിർക്കാനിട്ട് വൈകുന്നേരം കുതിർക്കാനിട്ട് രാവിലെ എടുത്ത് നമുക്കറിയാം ചെറിയ മുളച്ചിരിക്കും. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കഴിവതും നിങ്ങൾ മീനും മുട്ട ഇറച്ചി കഴിക്കരുത് എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല. അത് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ യോഗാശാസ്ത്രപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. യോഗാശാസ്ത്രപരമായിട്ട് പഴവും പച്ചക്കറിയുമൊക്കെയാണ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക. 3 ലിറ്റർ വെള്ളം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ആഹാരക്രമത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഡോക്ടർമാരായാലും മറ്റും നിങ്ങൾക്ക് പല ഇതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഭക്ഷണക്രമവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഭക്ഷണക്രമത്തെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ കഴിവതും
3 നേരം ഭക്ഷണം കഴിക്കാൻ നോക്കുന്നതാണ് നല്ലത്. കാരണം യോഗാശാസ്ത്രം പറയുന്നത് യോഗി ഒരു നേരം മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ എന്നാണ്. കാരണം ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി എന്നാണ്, 2 നേരം ഭക്ഷിക്കുന്നവൻ ദ്രോഹി എന്നാണ്. ഒരു നേരത്തെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ഇതുമായി ബന്ധമുണ്ടോ? പ്രായം യോഗയുമായിട്ട് ബന്ധമില്ല. നമുക്ക് ഏത് പ്രായക്കാർക്കും യോഗാസനം പരിശീലിക്കാം എന്നുള്ളതാണ്. ശരീരത്തിൽ പ്രത്യേകമായി അസുഖങ്ങളുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഭൂരിപക്ഷം ആൾക്കാരും യോഗയെ ഒരു കായിക വിനോദമായി കാണുന്നവരുണ്ട്. യോഗ ഒരു കായിക അഭ്യാസമല്ലേ എന്ന് കരുതി പോകുന്നവരുണ്ട്. ഒരിക്കലുമല്ല. കായിക അഭ്യാസവും യോഗയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കായികം എന്ന് പറയുന്നത് നമ്മുടെ പുറം ശരീരത്തെ, അതായത് ബാഹ്യമായിട്ടുള്ള ശരീരത്തെ വളരെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ അത് വളരെ ശക്തമാക്കുന്നില്ല. അതിനെ ഏറ്റവും ശക്തമാക്കുന്നത് യോഗയാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആസനമുറകൾ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ആസനമുറകളൊന്നും പരിശീലിക്കുന്നില്ല. ഓരോ ആസനമുറയിലും പ്രത്യേകമായ രീതിയിൽ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ആസനമുറകളും പരിശീലിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് വളരെ ആരോഗ്യമുണ്ടാകുകയും രോഗങ്ങളെ ബാധിക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം, നിങ്ങൾ ആസനമുറകൾ പരിശീലിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ആസനമുറകൾ വളരെ വേഗം പരിശീലിച്ച് തീർക്കാനായി നോക്കരുത്. ആസനമുറകൾ പരിശീലിക്കേണ്ടത് വളരെ സാവകാശം മാത്രമായിരിക്കണം. അതായത് ആസനമുറയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് തറയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒഴിക്കുന്ന എണ്ണ എങ്ങനെയാണ് ഒഴുകുന്നത്? ഇനി കുറച്ച് ജലമെടുത്ത് നിങ്ങൾ ഒഴിക്കൂ. ജലത്തെ പോലെയാണോ എണ്ണ ഒഴുകുന്നത്? അല്ല. ജലമെന്ന് പറയുന്നത് വളരെ വേഗം അങ്ങ് ഒഴുകിപ്പോകും. പക്ഷേ എണ്ണ അങ്ങനെയല്ല, വളരെ സാവകാശം മാത്രമായിരിക്കും ഒഴുകിപ്പോകുന്നത്, വളരെ സാവകാശമായിരിക്കും. അതുപോലെ ആയിരിക്കണം നമ്മൾ ആസനമുറകൾ പരിശീലിച്ച് തീർക്കേണ്ടത്. പിന്നെ ഒരു കാര്യവും കൂടെ യോഗയിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാ കായിക മത്സരങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരീക്ഷകളും എല്ലാം ചെയ്യുന്നത് ഏറ്റവും മുന്നിൽ എത്തുന്ന, ഇപ്പോൾ ഒരു കായികമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് വിജയി. പക്ഷേ യോഗയിൽ അങ്ങനെയല്ല പറയുന്നത്. യോഗയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളാണ് വിജയി എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യാതിരിക്കുന്ന ഒരാളാണ് വിജയി എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്.
എല്ലാ ആസനമുറകളും വളരെ വേഗം ചെയ്ത് തീർക്കാനായി ശ്രമിക്കുന്ന ആൾ യോഗയല്ല ചെയ്യുന്നത്. ആസനമുറകൾ വളരെ സാവകാശം മാത്രം ചെയ്തു തീർക്കുന്നവരെയാണ് യോഗാശാസ്ത്രം വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു കാര്യമുണ്ട്. യോഗാസന മുറകൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂര്യ നമസ്കാരം. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സൂര്യ നമസ്കാരം. പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത മറ്റൊരു പേരുണ്ട് ചന്ദ്ര നമസ്കാരം. ഇതൊരു പക്ഷേ ആരും കേട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതായത് യോഗ ആചാര്യന്മാർക്ക് അറിയാമായിരിക്കും. അല്ലാതെയുള്ള യോഗ അഭ്യസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ചന്ദ്ര നമസ്കാരമെന്ന് പറയുന്ന ഒന്നും ഇതിലുണ്ട്. പക്ഷേ അത് ചന്ദ്ര നമസ്കാരം വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു രീതിയല്ല. സൂര്യ നമസ്കാരമാണ് വളരെ പ്രാധാന്യമായിട്ട് നിൽക്കുന്നത്. ഈ സൂര്യ നമസ്കാരത്തിന് ശരിക്കും 12 ഭാഗങ്ങളാണുള്ളത്. ഈ 12 യഥാർത്ഥമായി സൂര്യ നമസ്കാരം കണ്ടുപിടിച്ചപ്പോൾ ഇതിന് 10 ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. വെറും 10 ഭാഗങ്ങൾ മാത്രം. ഈ 10 ഭാഗങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഈ ആസനമുറയെ സൂര്യ നമസ്കാരത്തെ 12 ഭാഗങ്ങളാക്കി. പിന്നെ യോഗാസന മുറയിലെ ആസനങ്ങൾ വളരെ മനോഹരമായൊക്കെ ചെയ്യുന്ന ചില ആചാര്യന്മാർ ഈ ആസനമുറയ്ക്ക് ഈ 12 ഭാഗങ്ങൾ എന്നുള്ളതിന് ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് 14 ഭാഗങ്ങളായി ചെയ്യുന്നുണ്ട്. 14 ഭാഗങ്ങളായിട്ടാണ് ഇന്ന് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. എന്നിരുന്നാലും സൂര്യ നമസ്കാരത്തിന് അടിസ്ഥാനമായി പറയുന്നത് 12 ആസനങ്ങളാണ്. പക്ഷേ യഥാർത്ഥമായി സൂര്യ നമസ്കാരത്തിന് 10 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഈ യോഗാസന മുറകൾ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യത്തെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. കാരണം ആചാര്യന്മാർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. അല്ലാതെ പലരും ആസന മുറകൾ ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല. വെറുതെ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. യോഗാസനങ്ങൾ നിങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് നല്ല കാറ്റും നല്ല വെളിച്ചവുമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനായി നോക്കുക. ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാളായി കഴിഞ്ഞാൽ അത് ഉത്തമമാണ്. അതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായിരിക്കും നിങ്ങൾ പ്രകൃതിയിലോ അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള പരിസരങ്ങളിൽ നിന്ന് ആസനമുറകൾ പരിശീലിക്കുകയാണെങ്കിൽ. ധ്യാനം നിങ്ങൾ കഴിവതും പ്രകൃതിയുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പരിശീലിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ വേഗം തന്നെ ഈ ധ്യാനമെന്ന ഒന്നിലേക്ക് ഒഴുകിപ്പോകാനായി കഴിയും. വളരെ വേഗം പോകും. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ്, ഈ യോഗാസന മുറകൾ
ഏത് സമയമാണ് പരിശീലിക്കേണ്ടത് എന്നുള്ളത്. യോഗാസന മുറകൾ ചില ആചാര്യന്മാർ പറയുന്നത് രാവിലെ 3 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് ഉത്തമം എന്ന്. ഇതൊരു പക്ഷേ ഋഷിവര്യന്മാരുടെ കാഴ്ചപ്പാടായിരുന്നിരിക്കും. കാരണം ഋഷിവര്യന്മാരാണല്ലോ ആ സമയത്തൊക്കെ ഉണർന്നിരിക്കുന്നത്. അവർ ധ്യാനാവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് അവർക്കതിന് കഴിയും. പക്ഷേ മറ്റൊരു കൂട്ടർ പറയുന്നു 5 മുതൽ 7 മണി വരെയാണ് ഉത്തമം, 6 മുതൽ 7 മണി വരെയാണ് ഉത്തമം എന്നും പറയുന്നുണ്ട്. 7 മുതൽ 8 മണി വരെയാണ് യോഗ ചെയ്യേണ്ട സമയമെന്നും പറയുന്നുണ്ട്. പലരുടെയും കാഴ്ചപ്പാട് പലതാണ്. എന്നാലും രാവിലെ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിനകത്ത് യോഗാസന മുറയും പ്രാണായാമവും ധ്യാനവുമൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈ ധ്യാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയവും പരിശീലിക്കാം എന്നുള്ളതാണ്. ഈ ആസനമുറകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആസനമുറയുടെയും പ്രാണായാമത്തിൻ്റെയും കാര്യങ്ങൾ അത് നിങ്ങൾ കഴിവതും രാവിലെ 5-നും 7-നും ഇടയിൽ ചെയ്ത് തീർക്കാനായി നോക്കുക. ഇനി വൈകുന്നേരമാണെങ്കിൽ ഇതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിലായി ചെയ്ത് തീർക്കാനായി നോക്കുക. അതിൽ നിങ്ങൾക്ക് സമയമാറ്റം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വരുത്താം എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് യോഗാസന മുറകൾ പരിശീലിക്കുന്നത് അരമണിക്കൂറിൽ കുറയാതിരിക്കുക. അരമണിക്കൂറും 1 മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശീലിക്കാം. ഒരു കാരണവശാലും അരമണിക്കൂറിൽ കുറയാതിരിക്കുക. ഇനി ഈ ആസനമുറകൾ പരിശീലിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് തരം വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നുകൂടി പറയാം. ആസനമുറകൾ പരിശീലിക്കുന്ന സമയത്ത് വളരെ അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാനായിട്ട് പാടുള്ളൂ. ശരീരത്തിന് അമിതമായിട്ട് നിങ്ങൾ ബലപ്രയോഗമൊന്നും കൊടുക്കരുത്. വളരെ സാവകാശം മാത്രം എല്ലാ ആസനമുറകളും ചെയ്തു തീർക്കാനായി ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ യോഗാസന മുറകൾ പരിശീലിക്കുന്ന സമയത്ത് നിങ്ങൾ തറയിൽ ഒരു നല്ല കട്ടിയുള്ളൊരു ബെഡ്ഷീറ്റ് വിരിച്ച് മാത്രമേ ആസനമുറകൾ പരിശീലിക്കാനായിട്ട് പാടുള്ളൂ. നല്ല കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പായുണ്ടല്ലോ, പായായാലും മതി. പായ അല്ലെങ്കിൽ പരമ്പ് എന്ന് പറയും, അതായാലും മതി. പിന്നെ ഞാൻ ഇത് യോഗാ മാറ്റ് ഇപ്പം വാങ്ങാനായിട്ട് കിട്ടും. യോഗാ മാറ്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും കയ്യിൽ ഒരു പക്ഷേ യോഗാ മാറ്റ് ഉണ്ടായിരിക്കത്തില്ല. യോഗാ മാറ്റ് 250-500 രൂപ അങ്ങോട്ടൊക്കെയാണ്. പല കമ്പനിക്കാരുടെ മാറ്റിനും പല വിലയാണ്. അപ്പോൾ അത് എല്ലാവരുടെയും കയ്യിൽ കാണത്തില്ല. അത് ഒരു കുഴപ്പമുള്ള ഒരു കാര്യമല്ല. നിങ്ങളൊരു കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് അത് തറയിൽ വിരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പരമ്പോ പായോ ഇട്ടിട്ട് മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, ഒരു തുണി താഴെ ഇട്ടിരിക്കുക കട്ടിയുള്ള. അതിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ ആസനമുറയും പ്രാണായാമവും ധ്യാനവുമൊക്കെ പരിശീലിക്കാവൂ. ഇനി സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളിൽ ആസനമുറകൾ ലഘുവായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ ചെറിയ ആസനമുറകളോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ദിവസങ്ങളിൽ
യോഗാസന മുറകൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്നാലും ലഘുവായിട്ടുള്ള ആസനങ്ങൾ, ചെറിയ എന്തെങ്കിലുമൊക്കെ ആസനമുറകൾ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും നിങ്ങളിപ്പോൾ തൽക്കാലം ചെറിയ എന്തെങ്കിലും ആസനമുറകൾ പരിശീലിക്കുന്നതായിരിക്കും നല്ലത് ആ സമയങ്ങളിൽ. ഇനി ഈ പരിശീലിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കടന്നു വരാനായി പാടില്ല. അങ്ങനെ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ പരിശീലിക്കുന്നതായിട്ടുള്ള ഈ ആസനമുറയ്ക്ക് ഒരു തടസ്സം നേരിടും. അങ്ങനെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും യോഗ എന്ന് പറയുന്ന ഒരു മേഖലയുമായി ബന്ധമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. യുവാക്കളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം. യോഗാസനങ്ങൾ പരിശീലിക്കുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും ലഹരി വസ്തുക്കളോ മറ്റു ദുശീലങ്ങളോ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് ക്ഷീണമുണ്ടാകും തുടക്കക്കാർക്കൊക്കെ. അങ്ങനെയുള്ള സമയം നിങ്ങൾ ശവാസനം, നമുക്കറിയാം ശവാസനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. ഒരു മരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ശവം കിടക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ അങ്ങ് തറയിലങ്ങ് കിടക്കുക. ഇതിനെയാണ് പറയുന്ന ശവാസനം എന്ന്. അപ്പോൾ ഈ ശവാസനത്തിൽ കിടക്കുമ്പോൾ കൈയും കാലുമൊക്കെ ബലപ്രയോഗിച്ച് ഇരിക്കാനായിട്ട് പാടില്ല, വളരെ ലൂസായി അങ്ങ് കിടക്കുക. ഈ സമയത്ത് തല ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിച്ചു വയ്ക്കാനായിട്ട് നോക്കുക. കൈയും കാലും ദേഹവും എല്ലാം വളരെ ബലപ്രയോഗം കൊടുക്കരുത്, വളരെ ലൂസാക്കി ഇടുക. ഇത് നിങ്ങൾക്ക് ക്ഷീണമോ കിതപ്പോ ഒക്കെ അനുഭവപ്പെടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും തുടക്കക്കാർക്ക് ഇത് വളരെ കൂടുതലായിരിക്കും. കിതപ്പ്, ക്ഷീണം ഉണ്ടാകുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കിടക്കുക. ഇത് കിതപ്പൊക്കെ മാറിയിട്ട് മാത്രം പരിശീലിക്കുക. കാരണം യോഗ വളരെ, ഞാൻ പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നു, യോഗ വളരെ വേഗം ചെയ്ത് തീർക്കുന്ന ഒന്നല്ല. എത്രയും സാവകാശം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും സാവകാശം മാത്രമേ ആസനമുറകൾ പരിശീലിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ സാവകാശം മാത്രം ആസനമുറകൾ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോ കേട്ടിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകരുത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ കേൾക്കുക. അങ്ങനെ കേട്ടാൽ മാത്രമേ 1-2 തവണയൊക്കെ നമ്മൾ വീഡിയോ കേൾക്കുകയും, അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ല ഒരു പുസ്തകം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ ഒരു തവണ മാത്രം വായിക്കരുത്, 2-3 തവണയൊക്കെ വായിക്കുക. നിരന്തരമായിട്ട് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വായിക്കുന്നുവെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി വായിക്കുക. വീണ്ടും ഒരു 2-4 അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞ് വീണ്ടും വായിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായി ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളൊരിക്കലും ആസനമുറകൾ പരിശീലിക്കുന്നവർ പാടേറിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ചെറിയ ആസനമുറകൾ മാത്രം പരിശീലിക്കുക. 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒക്കെ ആകുമ്പോൾ
നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സുമൊക്കെ യോഗ എന്ന് പറയുന്ന ഒന്നുമായിട്ട് കൂടിച്ചേർന്നിരിക്കും. അപ്പോൾ മാത്രം നിങ്ങൾ മറ്റ് പാടേറിയ ആസനമുറയിലേക്കൊക്കെ പോകാനായി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പലരുടെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് യോഗ ചെയ്യുന്നവർക്ക് സൗന്ദര്യം വർദ്ധിക്കുമോ എന്നുള്ളത്. യോഗ ചെയ്യുന്നവർക്ക് സൗന്ദര്യം വർദ്ധിക്കും എന്നത് സത്യമാണ്. പക്ഷേ ഒരു കാര്യം, അത് നിരന്തരമായി ചെയ്യുന്നവർക്ക് മാത്രമേ സൗന്ദര്യം വർദ്ധിക്കത്തുള്ളൂ. അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യവും 1 or 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ ചെയ്യുന്ന ഒരാൾക്ക് ആരോഗ്യം വർദ്ധിക്കും എന്നാരും കരുതണ്ട. ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുക. നമ്മൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അക്ഷരം പഠിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു ദിവസമോ 1 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കൊണ്ടല്ല, 1 or 2 വർഷം എടുത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തത്? അക്ഷരങ്ങളുമായി ലയിച്ചു ചേർന്നത്. നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആദ്യ ക്ലാസ്സിൽ പോകുമ്പോൾ ABCD ആണെങ്കിലും A E I എന്ന അക്ഷരങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല പഠിച്ചത്, 1 ആഴ്ചയോളം എടുത്തായിരിക്കും നിങ്ങൾക്ക് ആ അക്ഷരങ്ങൾ ആയാണ് അല്ലെങ്കിൽ ഈ ആണ് എന്നുള്ളതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. പക്ഷേ നിങ്ങൾ എഴുതാനായിട്ടും അത് ഗ്രഹിക്കാനായിട്ടുമൊക്കെ ഒരു പക്ഷേ 1 മാസത്തോളം എടുത്ത് കാണും. 1 വർഷം എടുത്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനായി തുടങ്ങിയത്. 2 or 3 വർഷം എടുത്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മലയാള അക്ഷരം വായിക്കാനായി തുടങ്ങിയത്. ഇനി ഈ സൗന്ദര്യം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പലർക്കും ഒരു സംശയമുണ്ട്. അത് നിങ്ങളിന്ന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗന്ദര്യം കൂട്ടാനായിട്ട് പല സൗന്ദര്യ വസ്തുക്കളും ലഭിക്കുന്നതാണ് മാർക്കറ്റിലും മറ്റുമൊക്കെ. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങി കഴിവതും ഉപയോഗിക്കാതിരിക്കാനായി നോക്കുക. അത് നമ്മുടെ സൗന്ദര്യത്തെ പ്രധാനമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. നമ്മൾക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൗന്ദര്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുമൊക്കെ തുടങ്ങുക. അങ്ങനെ വരുമ്പോൾ ആ സൗന്ദര്യം എന്നും നിലനിൽക്കും. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് തേങ്ങാപ്പാലും തേനും ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് നന്നായിരിക്കും. ശരീരത്തിന് നല്ല നിറം ലഭിക്കുന്നതിന് വേണ്ടി കുങ്കുമപ്പൂവും പാലിൽ ചേർത്ത് കുടിക്കുന്നത് നന്നായിരിക്കും. മുടി നല്ല തഴച്ചു വളരാനായി ആഴ്ചയിൽ 4 or 5 തവണ മോര് കൊണ്ട് മുടി കഴുകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. പലർക്കും ഈ വക കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സൗന്ദര്യം കൂട്ടുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ഒരു പക്ഷേ എല്ലാ പേർക്കും അറിയാമെന്നുള്ളതാണ്.
അതിലേക്ക് ഞാൻ കൂടുതലായി പോകുന്നില്ല. പക്ഷേ പ്രകൃതിയുമായിട്ടിണങ്ങി ജീവിക്കാനായി ശ്രമിക്കുക. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യം കൂട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലോ പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനായി നോക്കുക. ശരീരത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരം ഭാരം കുറയ്ക്കുക, അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ 6 പാക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കഴിവതും മറ്റ് പ്രോട്ടീൻ പൗഡറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ പ്രകൃതിയുമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് പ്രകൃതിയുമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഉത്തമം. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഈ പ്രായമുള്ളവർക്ക് എത്ര പ്രായം ചെന്നാലും യോഗ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എത്ര പ്രായം കഴിഞ്ഞവരും ഇവിടെ 100-200 വയസ്സുള്ള യോഗികളൊക്കെ ചെയ്യുന്നുണ്ട് യോഗ. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഇനി പോകുന്നത് യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണ്ടേ, അതാണിനി പറയാനായിട്ട് പോകുന്നത്. ആയുസ് വർദ്ധിക്കും യോഗാസന മുറ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആയുസ് വർദ്ധിക്കും എന്നുള്ളത് എല്ലാ പേർക്കും അറിയാം. പക്ഷേ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആളിന് എത്ര വയസ്സായെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 150 വയസ്സിന് മുകളിൽ അദ്ദേഹത്തിന് പോകത്തില്ല. 150 വയസ്സിന് താഴെ വരെയായിരിക്കും. അത് ജപ്പാൻകാർക്കാണ് ആയുർദൈർഘ്യം കൂടുതലുള്ളത്. പക്ഷേ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു 150 വയസ്സിന് മുകളിൽ ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ അങ്ങനെയല്ല. അത് നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലിട്ട ആൾക്കാരൊക്കെയാണ് ഒരു ഏകദേശം ഒരു 130-140 ഒക്കെ വയസ്സ് വരെ ജീവിച്ചിരുന്നത്. പക്ഷേ ഇനി ഒരു കാര്യം പറയാനുള്ള, ടിബറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടിബറ്റൻ സന്യാസ സമൂഹം ഉണ്ട്, ബുദ്ധിസ്റ്റുകളായ സന്യാസ സമൂഹം. ഇവരുടെ ആയുസ്സൊക്കെ എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ വളരെ ഞെട്ടലോടുകൂടി മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവർക്കൊക്കെ പ്രായം 200 വയസ്സിന് മുകളിലാണ്. അതായത് 150 വയസ്സിന് മുകളിലുള്ള എത്രയോ ആയിരക്കണക്ക് സന്യാസിമാർ ടിബറ്റിലുണ്ടെന്നാണ് പറയുന്നത്. അതിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. പക്ഷേ അവരാരും തന്നെ എന്തു ചെയ്യുന്നില്ല, അവരുടെ പേരും പ്രശസ്തിയുമൊക്കെ ലോകമറിയണം എന്നവരാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരൊതുങ്ങിക്കൂടി കഴിഞ്ഞുകൂടുന്നത്. ഈ സന്യാസ സമൂഹത്തിൽ ഒരു കൂട്ടരുണ്ട്, അഘോരികളെന്ന് പറയും. ഈ അഘോരികൾക്ക് 500 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഘോരികളായ ഋഷിവര്യന്മാർ ഭാരതദേശത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 500 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മുത്തശ്ശൻ്റെ തലമുറയൊക്കെ ആയിരിക്കാം. അവരൊന്നും സാധാരണ ജനങ്ങളുടെ ഇടയിലൊന്നും വരാറില്ല. കാരണം ഈ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവർ വന്ന് അവരങ്ങനെയാണ് അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്നുള്ള ഒരു പുകഴ്ത്തലൊന്നും അവരാഗ്രഹിക്കുന്നവരല്ല. അപ്പോൾ ടിബറ്റിലൊക്കെ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ നമുക്ക് കാണാൻ കഴിയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ ടിബറ്റുകാരാണ്. അവർക്കവിടെ 150 വയസ്സിന് മുകളിൽ പ്രായമുള്ള അനേകം ബുദ്ധ സന്യാസികൾ അവിടെയുണ്ട്. ഇനി നമ്മുടെ ആരോഗ്യം
വർദ്ധിക്കുന്നു യോഗ ചെയ്യുന്നതിലൂടെ. മനഃശാന്തിയും വർദ്ധിക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരൊന്നും ഈ പ്രവൃത്തികളൊന്നും ചെയ്യുന്നവരായിരിക്കത്തില്ല. അവർക്ക് മുന്നേ ഉള്ള ആൾക്കാരാരോ പറയുന്നു, അവരത് കേട്ട് പറയുന്നു. അതെല്ലാ പേരും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, യോഗ എന്ന് പറയുന്നത് 8 കാര്യങ്ങളാണ്. എന്താണ് യോഗ എന്നുള്ള ആ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് 8 കാര്യങ്ങളാണ്. അല്ലാതെ ഈ 3 കാര്യങ്ങൾ ആസനവും പ്രാണായാമവും ധ്യാനവും ചെയ്യുന്ന ആൾക്കാരും യോഗികളല്ല. പിന്നെ അത് മാത്രവുമല്ല, ഇത് യോഗ എന്ന് പറയുന്നത് ഒരു സന്യാസ സമൂഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സമാധിയിലേക്ക് എത്തിച്ചേരേണ്ട ഒരു മാർഗമായിരുന്നു യോഗ. ഇന്ന് അതൊക്കെ ആധുനിക ലോകത്തുള്ളവർ കുറച്ച് വർഷത്തെ കോഴ്സായിട്ട് പഠിച്ചുകൊണ്ട് അവർ ജീൻസും അല്ലെങ്കിൽ അവർ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അവരും യോഗികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അതൊന്നും യോഗികളല്ല, അവരൊക്കെ ശരിക്കും ദ്രോഹികളാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവസങ്കല്പങ്ങളുണ്ടല്ലോ പുരാണമായിട്ടും അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, പല സങ്കല്പം. അപ്പോൾ ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം, വാള്, പരിച അല്ലെങ്കിൽ കുന്തം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആധുനിക ലോകമായെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഒരു തോക്കോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരില്ലേ? നിങ്ങൾക്ക് തീർച്ചയായും അത് ചിരി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അതായത് ഋഷിവര്യ സമൂഹത്തെ ഇന്ന് അംഗീകരിക്കുന്നത്, ഇന്ന് ആ സമൂഹത്തിനെ അതേപോലെ അംഗീകരിച്ചിരിക്കുന്നത് ഇവരാണ്, ആധുനിക സമൂഹം. അവർ പറയുന്ന അവരാണ് യോഗികൾ, അവരാണ് ആചാര്യന്മാർ. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ബോധവും ഇല്ല. കാരണം ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്കൊക്കെ കുറേ ഈ ആസനമുറകളും കാര്യങ്ങളും ഒക്കെ അറിയാം, പിന്നെ കുറേ ഇംഗ്ലീഷ് ഭാഷയും ഒക്കെ അറിയാം. ഇതിലൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് ഇതിനെപ്പറ്റി ആഴമേറിയ ചിന്താഗതിയൊന്നും അവർക്കില്ല. ഭ്രമമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അത് മനസ്സിലാകത്തില്ല. അപ്പോൾ യോഗികൾക്ക് മാത്രമേ അതെന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ യോഗികളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക, ഇതുമായി ബന്ധമുള്ളവർ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കാര്യം പോകുന്നത്, നിങ്ങൾക്ക് ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാനാണ്. എന്താണ് യോഗ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇനി യോഗ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലേ, യോഗാശാസ്ത്രം നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് മിനിമമാണ്, മാക്സിമം അല്ല, മിനിമം 400 വർഷമാണ്. 400 വർഷമാണ് ഒരു മനുഷ്യൻ്റെ മിനിമം ആയുസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആധുനിക ലോകമാണ്, ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ 400 വർഷമൊന്നും ആരും ജീവിക്കില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ പതഞ്ജലി ആചാര്യന്മാരൊക്കെ പറയുന്നത് ഇപ്പോൾ 120 വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കാനായിട്ട് കഴിയും. അത് മിനിമം അല്ല, മാക്സിമം. അപ്പോൾ എന്തുമാത്രം വിഷാഹാരമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നോക്കൂ. കാരണം യോഗയൊക്കെ ചിട്ടയോടെ ചെയ്യുന്ന ഒരാൾക്ക് 120 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇന്നത്തെ മിനിമം ആയുസ്, ഒരു മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യായുസ് എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്കറിയാം. ഒരു 50 60 വയസ്സിന് മുകളിലൊക്കെ ജീവിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ ഒരു അത്ഭുത മനുഷ്യന്മാരെ പോലെയുള്ള മനുഷ്യന്മാരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ഭുത മനുഷ്യന്മാരെന്നല്ല ഞാൻ പറയുന്നത്, സമൂഹം കാണുന്നത് അങ്ങനെയാണ്. കാരണം നമുക്കറിയാം, യുവതലമുറയിൽ നിന്നൊരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഷുഗറും മറ്റ് രോഗങ്ങളുമൊക്കെ പിടിപെടുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നടുവേദന ആണ് ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ യുവക്കൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇനി മൊബൈലിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം, അതും മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒന്നായിരിക്കും. അതെന്താണെന്ന് നമുക്കറിയില്ല. അത് ഇനി ശാസ്ത്രം, അത് പല പഠനങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അമിതമായിട്ട് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുന്നിലിരിക്കുന്നവർക്ക് കണ്ണിനും നടുവിനുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിയുന്നതും യോഗ ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ നിങ്ങൾ
വിശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള വിശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാം. അതൊരു ജോലിയായിട്ട് നിങ്ങൾ എടുക്കേണ്ട, ഒരു വിനോദമായിട്ട് ആ സമയങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ യോഗയെക്കുറിച്ച്, യോഗാസന മുറകൾ പരിശീലിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ വിശദീകരിച്ചത്. അപ്പോൾ എല്ലാ പേർക്കും, യോഗ ചെയ്യുന്ന എല്ലാ പേർക്കും ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യമായിരിക്കും, യോഗാസന മുറകൾ അല്ലെങ്കിൽ യോഗ എന്നൊരു മേഖലയുമായി പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയുമായിട്ട് നിൽക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബോധവൽക്കരണമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പേർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.